കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച കൊല്ലം സ്വദേശികളിൽ രണ്ടുപേരുടെ മൃതദേഹം സംസ്കരിച്ചു. ശൂരനാട് വയ്യാങ്കര സ്വദേശി ഷമീറിന്റെയും സുമേഷ് സുന്ദറിന്റെയും മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. പുനലൂർ സ്വദേശി സാജന്റെയും വെളിച്ചിൽക്കാല സ്വദേശി ലൂക്കോസിന്റെയും മൃതദേഹങ്ങൾ നാളെയാണ് സംസ്കരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് പ്രളയം പോലെ ഒഴുകിയെത്തിയപ്പോഴാണ് പ്രവാസ ലോകത്തേക്ക് സുമേഷ് സുന്ദരൻ ചേക്കേറുന്നത്. കുടുംബത്തിന് തണലേകാൻ വേണ്ടിയായിരുന്നു നീണ്ട 15 വർഷം സുമേഷ് കൊടുംചൂടിൽ പണിയെടുത്തത്. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കിയാക്കി സുമേഷിന്റെ ചേതനയേറ്റ ശരീരം വീട്ടിലേക്ക് എത്തിയപ്പോൾ ആർക്കും സങ്കടമടക്കാനായില്ല. സുമേഷിന്റെ ഏകമകൾ 7 വയസ്സുകാരി അവനിക സുമേഷിന് യാത്രാമൊഴി ചൊല്ലിയപ്പോൾ ഒരു നാട് ഒന്നാകെ തേങ്ങി. വീട്ടുവളപ്പിലൊരുക്കിയ ചിതയിൽ സഹോദരൻ ചിതയ്ക്ക് തീ കൊളുത്തി. ശൂരനാട് വയ്യാങ്കര സ്വദേശി ഷമീറിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച ശേഷം താമരക്കുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി. മന്ത്രി ജെ ചിഞ്ചുറാണി, NK പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മോർച്ചറിയിലേക്ക് മാറ്റിയ പുനലൂർ നരിക്കൽ സ്വദേശി സാജൻ ജോർജിന്റെയും ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസിന്റെയും മൃതദേഹങ്ങൾ നാളെ സംസ്കരിക്കും. RN 24 കൊല്ലം.